ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഇടിച്ചക്ക വെച്ചിട്ട് ഒരു തോരൻ ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ നേരത്തെ ഇതിന് മുമ്പ് ഞാനൊരു ഇടിച്ചക്ക റെസിപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ വെള്ളത്തിലിട്ട് പുഴുങ്ങി ഒക്കെ എടുത്തിട്ടാണ്. ഇതങ്ങനെയല്ല, ഇത് നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കൊത്തി കൊത്തി അരിയില്ലേ, അതുപോലെ അരിഞ്ഞെടുത്ത് ഉണ്ടാക്കുന്ന തോരനാണ്. ഇപ്പം കൊത്തി കൊത്തി അരിയാൻ നിന്ന സമയം പോകുന്നുള്ളത് കൊണ്ട് ഞാൻ നേരെ ഗ്രേറ്ററിലേക്ക് ഇട്ട് 2-3 അടിയങ്ങ് അടിച്ചു. അങ്ങനെ എല്ലാം തന്നെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തു. അപ്പോൾ ഇത് അരിഞ്ഞെടുത്ത ഉടനെ തന്നെ മഞ്ഞളിൽ ഒന്ന് പുരട്ടി വെക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കറുത്തു പോകും, ഇടിച്ചൊക്കെ കറുത്തു പോകാൻ ചാൻസ് ഉണ്ട്. നമ്മളത് മഞ്ഞളിൽ പുരട്ടി വെക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ. അതിനുശേഷം ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഈ കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും 1 ടീസ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കാം. ഇനി അതൊന്ന് ഒരു ചെറിയ ബ്രൗൺ കളറായി വരും. നമുക്ക് ഇനി ഇതിലേക്ക് ഉണക്കമുളകില്ലേ, അതും കൂടെ ഇട്ട് കൊടുക്കാം. 2 ഉണക്കമുളക്, അത് മുറിച്ചിട്ടൊന്നും അല്ല ഇട്ടിരിക്കുന്നത്, ജസ്റ്റ് ഒന്ന് ഇട്ടിട്ടേ ഉള്ളൂ. പിന്നെ കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഉഴുന്നൊരു ബ്രൗൺ നിറമായി. അപ്പോൾ നമ്മൾ മഞ്ഞളിൽ പുരട്ടി വെച്ചിരിക്കുന്ന ഇടിച്ചക്ക നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ വേവിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളൂ. കൊത്തി കൊത്തി അരിയുന്ന പാകത്തിൽ. ഇനി നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. മസാല ബോക്സിലെ സ്പൂണാണ്, അതുകൊണ്ടാണ് മഞ്ഞളിൻ്റെ ഒരു പാടിരിക്കുന്നത്. ഉപ്പാണ് ഞാൻ ഇട്ടത്. ഓൾറെഡി മഞ്ഞളിൽ പുരട്ടി വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ എക്സ്ട്രാ മഞ്ഞളിട്ടില്ല. അതിനുശേഷം ഞാൻ 2 പച്ചമുളക് കീറിയിട്ടു. പിന്നെ എരിവ് തോന്നണില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ 1 പച്ചമുളകും കൂടെ ഇട്ടു. അങ്ങനെ 3 പച്ചമുളക് ഇതിലിട്ടിട്ടുണ്ട്. പിന്നെ ഒരു 5-6 ഒരു 8 ഉണ്ട് ചെറിയ ഉള്ളിയും കൂടെ ഞാൻ അരിഞ്ഞത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 3 വെളുത്തുള്ളി ചതച്ചിട്ടോ അല്ലെങ്കിൽ സ്ക്വീസ് ചെയ്തോ ഒക്കെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ജീരകം കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കിത് ഇച്ചിരി വെള്ളവും കൂടെ ചേർത്തിട്ട് അതൊന്ന് വേവാനുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ തീയിലാണ് ഇട്ടത്. അപ്പോൾ ഇത് അവസാനം ഫൈനലായിട്ട് നന്നായിട്ട് ആയിക്കഴിഞ്ഞു. ഇനി ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അപ്പോൾ ഇടിച്ചക്ക തോരൻ മറ്റൊരു രീതിയിൽ റെഡി ആയി കഴിഞ്ഞു. ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.